ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ മിക്കവാറും ആൾക്കാർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഈ കാലുകളുടെ ഉപ്പൂറ്റി വേദന. അതേണ് തന്നെ വെരിക്കോസിസ് വെയിൻ, ഈ കാലുകളുടെ മസിൽസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, ഇതൊക്കെ മൂലം ഒരു അടി പോലും നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതേ കണക്ക് തന്നെ സ്റ്റെപ്പുകൾ കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ്. അപ്പം നമ്മുടെ വളരെ ബാഡായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ, അതാണ് ഇതിനൊക്കെ പ്രധാനമായിട്ടുള്ള വില്ലൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഒരു കാലുകളിലോട്ടുള്ള ഒരു രക്തപ്രവാഹം കറക്റ്റ് അല്ലാതായിട്ട് മാറുക. അപ്പം നമുക്ക് ഈ ഒരു 3 സിമ്പിൾ വർക്കൗട്ടുകൾ കൂടി നിങ്ങളുടെ കാലുകളിലോട്ട് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യാതൊരു ഉപകരണങ്ങളുടെയും ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോലെ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് ഈ വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു 10-15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെട്ട് തുടങ്ങുന്നതായിരിക്കും. ഇത് എൻ്റെ വാക്കാണ്, നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങളുടെ കാലുകൾക്കുണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിങ്ങൾക്ക് നല്ല ചുറുചുറുക്കോടെ ഓടി നടക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് യാതൊരു എക്യുപ്മെൻറ്റ്സും ആവശ്യമില്ല. നമ്മുടെ കസേരയും നമ്മുടെ ഒരു പില്ലോയും ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരു 3 വർക്കൗട്ടുകളാണ്. അപ്പം ഇത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് ചെയ്യേണ്ടതെന്നും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇവനിപ്പോൾ ഒരു 60 ഇയേഴ്സ് 60 വയസ്സിനൊക്കെ മുകളിലോട്ടൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുടെ മിക്കവാറും ഒരു പ്രശ്നമാണിത്. ഇപ്പം ചെറുപ്പക്കാരിലും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. 3 വർക്കൗട്ടുകൾ മാത്രം മതി. ഓക്കെ, വളരെ കുറഞ്ഞ സമയം മതി. 10-15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വർക്കൗട്ടിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യം ഇതിനേക്കുള്ള 2 ചെയർ എടുക്കുക. ഓക്കെ, ഇതേപോലുള്ള 2 ചെയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ചെയറിൽ ഇത് കണക്കിരിക്കാം. ഒരു ചെയർ എടുത്തിട്ട് നിങ്ങൾ ഒരു തലയണ എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ കയറ്റി വെക്കുക. കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കയറ്റി വെക്കാം. കാല് നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു പൊസിഷനിലാകും നമ്മുടെ ഇതെന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഇതേപോലെ നിങ്ങളുടെ ആ ഒരു ഉപ്പൂറ്റി ഭാഗം ഇതേ കണക്ക് നിങ്ങളുടെ ആ ഒരു കാലിൻ്റെ പാദം നിങ്ങൾക്ക് ഇതേ കണക്ക് മുകളിലോട്ട് ഉയർത്താം. അതിനുശേഷം പതുക്കെ താഴോട്ട് കൊണ്ടുവരാം. കണ്ടില്ലേ, ഇതേ കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ എഫക്റ്റീവായിട്ടുള്ള, നല്ല നിങ്ങളുടെ കാലുകളിലോട്ട് നല്ല ബ്ലഡ് ഫ്ലോ, നല്ല രക്തപ്രവാഹം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണിത്. ഓക്കെ, ഇതേ കണക്ക് മുകളിലോട്ട് പതുക്കെ താഴോട്ട്, ഇതേ കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10 പ്രാവശ്യം വെച്ചിട്ട് ഒരു 3 സെറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, 10 നമ്പർ 3 സെറ്റ്. അപ്പം ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങളുടെ ബോഡി പൊസിഷൻ ഇതേ കണക്കായിരിക്കണം. നിങ്ങളുടെ കാലുകൾ പില്ലോടെ മുകളിലോട്ട് കണക്ക് വെക്കുക. ഓക്കെ, നിങ്ങളുടെ കാലുകൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കട്ടെ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നിങ്ങളുടെ പാദങ്ങൾ മുകളിലോട്ട്, അതിനുശേഷം പതുക്കെ താഴോട്ട്. ഓക്കെ, 1 2 3, ഇതേപോലെ കണ്ടില്ലേ, 4. വളരെ നല്ല ഒരു വ്യായാമമാണിത്. ഓക്കെ, നിങ്ങൾ ഇന്ന് മുതൽ തന്നെ ഈ 3 വർക്കൗട്ടുകൾ നിങ്ങൾ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. നല്ല പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്. എല്ലാവരുടെ വീട്ടിലും തലയണയും കാണും, ചെയറും കാണും. ഓക്കെ, കസേരയും കാണും. അപ്പം നിങ്ങൾക്ക് പുറത്തുനിന്ന് യാതൊരു ഉപകരണങ്ങളുടെയും സഹായം ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പം ഇതാണ് ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം അതിന് നമുക്ക് ഒരു ചെയറും പില്ലോയും ആവശ്യമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെയറിൽ പില്ലോ വെക്കുക. അതിനുശേഷം നിങ്ങളിത് ഇതേ കണക്ക് കിടക്കുക. കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ കിടക്കുന്ന ഒരു ബോഡി പൊസിഷനിലോട്ട് നിങ്ങൾ വരിക. നിങ്ങളുടെ കാലുകൾ പൊക്കി ഇതേ കണക്ക് പില്ലോയുടെ മുകളിലായിട്ട് വെക്കുക. അപ്പം നമ്മുടെ ഒരു ബോഡി പൊസിഷൻ ഈ ഒരു രീതിയിൽ വരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്ത കണക്ക് നിങ്ങളുടെ പാദഭാഗം ഇതേ കണക്ക് 1 താഴോട്ട്, 2 കണ്ടില്ലേ, 3,
ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ കിടന്നുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാലുകളിലോട്ട് നല്ല ഒരു സർക്കുലേഷനാണ്, ബ്ലഡ് സർക്കുലേഷനാണ് ഉണ്ടാക്കുന്നത്. അതിലുപരിയായിട്ട് നമുക്ക് ഈ ലോവർ ബാക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല ഒരു വ്യായാമം കൂടിയാണിത്. ഓക്കെ, ഈ നടുവേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു നല്ല സ്ട്രെച്ചിങ് ആണ്. നമ്മുടെ ഹാംസ്ട്രിങ്, നമ്മുടെ ഗ്ലൂട്ട്സ് ഭാഗത്തിനൊക്കെ വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ട് കൂടിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെയാണ് ഈ രണ്ടാമത്തെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കിടക്കാം. ഓക്കെ, ഇതേ കണക്ക് കണ്ട, ഇതായിരിക്കണം നമ്മുടെ ബോഡി പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോഡി ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ കണ്ട ഈ ഒരു ലെവലിലായിരിക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് നിങ്ങൾക്ക് പതുക്കെ ഇതേ പൊസിഷനിൽ വന്നിട്ട് മുകളിലോട്ട് താഴോട്ട്, മുകളിലോട്ട് 3 4 ചെയ്ത് നോക്കൂ. വളരെ എഫക്റ്റീവാണ്. ഓക്കെ, വളരെ പ്രയോജനകരമാണ്. അപ്പം ഇതും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 പ്രാവശ്യം വെച്ച് ഒരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ, 10 നമ്പർ വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്താൽ മതിയാവും. ആർക്കും വേണമെങ്കിലും ചെയ്യാം, സ്ത്രീകൾക്കും ചെയ്യാം, പുരുഷന്മാർക്കും ചെയ്യാം, ഏത് ഏജിലുള്ളവർക്കും ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട്. അപ്പം മൂന്നാമത്തെ വർക്കൗട്ടിനായിട്ട് നമുക്ക് ഇതേക്കൊരു തടി കഷ്ണം ഉപയോഗിക്കാം. ഓക്കെ, ഞാനൊരു തടി കഷ്ണമാണ് ഇതേക്കുള്ള എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തടി കഷ്ണം ഉണ്ടെങ്കിൽ തടി കഷ്ണത്തിൽ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൻ്റെ സ്റ്റെപ്പിനകത്ത് ഇതേ കണക്ക് കാല് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, കാഫ് റൈസ്, സ്റ്റാൻഡിങ് കാഫ് റൈസ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കയറി നിൽക്കാം ഇതേപോലെ. ഓക്കെ, ഞാനിപ്പം ഭിത്തിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ മുകളിലോട്ട്. ഓക്കെ, പതുക്കെ ഇത് കണക്കുന്നിട്ട് 1 മുകളിലോട്ട് ഉയരുക, പതുക്കെ മാക്സിമം താഴോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, 2 മുകളിലോട്ട് സ്ക്വീസ് ചെയ്യുക കാഫ് മസിൽ. ഇതും വളരെ നല്ലൊരു വർക്കൗട്ടാണ്. നമ്മുടെ കാഫ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. ഇതും നിങ്ങൾ ഒരു 10 നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 3 സെറ്റ് ആവർത്തിക്കാം. ഓക്കെ, സാവധാനം ചെയ്താൽ മതിയാവും. മാക്സിമം മുകളിലോട്ട് സ്ക്വീസ് ആൻഡ് താഴോട്ട് സ്ട്രെച്ച്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് ചെയ്യാം. ഞാനിപ്പോൾ ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്കുള്ള തടി കഷ്ണമൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ സ്റ്റെപ്പിലോ എവിടെയെങ്കിലും ഇങ്ങനെ ചെയ്യാം, കയറി നിന്നിട്ട് ചെയ്യാം. ഓക്കെ, മറിഞ്ഞു വീഴാതെ ശ്രദ്ധിക്കുക. ഇതും നമ്മുടെ കാഫ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനും നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റാക്കാനും സഹായിക്കുന്ന ഒരു നല്ല വർക്കൗട്ടാണ്. ഓക്കെ, ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണക്ക് നിങ്ങൾക്ക് കയറി നിൽക്കാം. അതിനുശേഷം 1 താഴോട്ട് 2 1 താഴോട്ട്, മാക്സിമം താഴോട്ട് വരിക, മുകളിലോട്ട് സ്ക്വീസ് ചെയ്യുക. ഓക്കെ, ഇത് കണക്ക് നിങ്ങൾക്ക് ആവർത്തിക്കാം, 3 പ്രാവശ്യം ആവർത്തിക്കാം. നല്ല വർക്കൗട്ടാണ്. അപ്പം ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 3 സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങൾ. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റിയ വളരെ പ്രയോജനകരമായിട്ടുള്ള 3 വർക്കൗട്ട്. ഇത് നിങ്ങളൊരു 10-15 ദിവസമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം നിങ്ങളുടെ കാലുകൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്ന് മുതൽ വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്.